കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹബക്കുക്കിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, ഒരു ദൈവ പൈതൻ്റെ ജീവിതത്തിലുള്ള ഒരു യഥാർത്ഥ ഒരു സന്തോഷം എന്ന് പറയുന്നത് യഹോവയെക്കുറിച്ച് അറിയുന്ന അറിവിലാണിരിക്കുന്നത്. അപ്പം ദൈവത്തെക്കുറിച്ച് നാം യഥാർത്ഥമായിട്ട് മനസ്സിലാക്കുകയും ജീവിത അനുഭവങ്ങളിൽ അനുഭവിച്ച് അറിയുകയും ചെയ്യുമെങ്കിൽ ഒരു ദൈവ പൈതൽ തങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും സന്തോഷമായിരിക്കുമെന്ന് വചനം പറയുന്നു. പ്രിയ ദൈവ പൈതലെ, അതിൻ്റെ ഒരു 17-ാമത്തെ വാക്യത്തിൽ ഹബക്കുക്ക് ഇങ്ങനെ പറയുന്നു: അത്തിവൃക്ഷം തളർക്കുകയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകയില്ല, ഒലിവമരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമാകിപ്പോവും, ഒരു നിലങ്ങൾ ആഹാരം വിളയിക്കയില്ല, ആട്ടിൻകൂട്ടം തൊഴുവത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടാകയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും എന്ന്. പ്രിയ ദൈവ പൈതലെ, നമുക്ക് ഈ ലോകത്തിൽ കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, നഷ്ടങ്ങൾ, കടൻ ഭാരങ്ങൾ, ഇങ്ങനെ പല കണ്ണുനീരിൻ്റെ അനുഭവങ്ങളിൽ കൂടെയാണ് ഇന്ന് മനുഷ്യ ജീവിതം. അപ്പോൾ നാം ഇവിടെ പ്രവാചകൻ പറയുന്ന ഒരു കാര്യമുണ്ട്: ഒരു ദൈവ പൈതൽ യഥാർത്ഥമായി ദൈവത്തെ രുചിച്ചറിയുകയാണെങ്കിൽ അവൻ തൻ്റെ ഏതവസ്ഥയിലും ദൈവനാമത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കുമെന്ന്. പ്രിയ ദൈവ പൈതലെ, ഈ ലോകത്തിലുള്ള നഷ്ടങ്ങളൊന്നും നഷ്ടങ്ങളല്ല, പക്ഷെ വരുവാനുള്ള ലോകത്തിൽ കർത്താവ് നമ്മെ സ്വീകരിക്കും എന്നുള്ള, അല്ലെങ്കിൽ നമുക്ക് പോകാമെന്നുള്ള ആ ഒരു ആനന്ദം, ആ ഒരു പ്രിയതമനെ നമുക്ക് പോയി കാണാമെന്നുള്ള ഒരു ആനന്ദമാണ് നമ്മെക്കൊണ്ട് ഈ കഷ്ടത്തിൻ്റെ നഷ്ടത്തിൻ്റെ മധ്യയിലും ഘോഷിച്ചുല്ലസിക്കുവാൻ കൃപ നൽകുന്നത്. അങ്ങനെ ഒരു കൃപ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, കർത്താവേ, ഹല്ലേലൂയ, ഈ അനുഗ്രഹമായ ഈ കർത്താവേ, ഈ സമയത്ത് കർത്താവ് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പൈതങ്ങൾ അപ്പൻ്റെ കരങ്ങൾ തരുന്നു. കർത്താവ്, ഈ ലോക ജീവിതത്തിൽ നിൻ്റെ മക്കൾ ഏത് കണ്ണീരിൻ്റെ അവസ്ഥയിൽ കൂടെ കർത്താവെ കടന്നു പോകുന്നു എന്ന് എനിക്കറിഞ്ഞൂടെ. നഷ്ടങ്ങളുടെയും കർത്താവെ പട്ടിണിയുടെയും പരിഹാസങ്ങളുടെ മധ്യയിലിരിക്കുന്ന ഈ പൈതങ്ങൾ കർത്താവെ യഥാർത്ഥമായി ദൈവത്തെ ഒന്ന് രുചിച്ചറിഞ്ഞാൽ അങ്ങയിൽ ഘോഷിച്ചുല്ലസിക്കുവാൻ കഴിയുമെന്ന് വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നതിന് കർത്താവ് യഥാർത്ഥമായി വിശ്വസിച്ച് അങ്ങയിൽ ആശ്രയിച്ച് ഘോഷിച്ചുല്ലസിച്ച് ജീവിപ്പാൻ ദൈവം ഇവർക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.